വൈകുന്നേരത്തെ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന അതും നല്ല ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. കുറച്ച് ബോൺലെസ് ചിക്കൻ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഒരു ചട്ടിയിലേക്ക് ഒരല്പം വെള്ളം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കുക്കാവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയതും ഒരു കൈപ്പിടി അളവിന് ചെറിയുള്ളിയും കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചങ്ങെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച മാവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പുട്ടുപൊടി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാവെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ആവശ്യത്തിന് ഉപ്പും നല്ല തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചങ്ങ് മാറ്റുക. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. ആ പൊടികളുടെ പച്ചമണയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കൈപ്പിടി അളവിന് നമ്മൾ ചിരകിയ തേങ്ങയും പിന്നെ നമ്മൾ വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് അതിലെ വെള്ളമയൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ മാവ് പരത്തി അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മുടെ ഈ ഫില്ലിങ്ങും കൂടെ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക. എല്ലാം ഇതുപോലെ ഒന്ന് ഉരുളകളാക്കി വെച്ചതിന് ശേഷം അത് തേങ്ങയിലിട്ട് നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് തേങ്ങയിൽ റോൾ ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല ഇഡലിക്കുട്ടേത്തി വാഴയിലയുടെ മുകളിൽ വെച്ച് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ടപ്പൂട്ട് റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കല്ലേ.